ഓക്കെ. ഈ ഒരു വീഡിയോയിൽ നമ്മൾ മെയിനായിട്ട് നോക്കാൻ പോകുന്നത് ഹിസ്റ്ററിയിലെ ഗാന്ധിജി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ. ഇതിലെല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്നൊന്നും ഞാൻ പറയത്തൊന്നുമില്ല. ഓക്കെ, ഞാൻ കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ്, എൻ്റെ അറിവിലുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ മെയിനായിട്ട് പറയുന്നുണ്ട്. ഓക്കെ. ദെൻ ഒരിക്കലും നമുക്ക് ആരും കയ്യിലോട്ട് ജോലി കൊണ്ടേ വെച്ച് തരത്തില്ല. നമ്മൾ ഇതിനു വേണ്ടി വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുള്ളൂ. അത് എത്രത്തോളം നമ്മൾ വർക്ക് ചെയ്യുന്നോ അതിനനുസരിച്ച് കിട്ടും. ദെൻ നിങ്ങൾ ഏതൊരു വീഡിയോ എടുത്തു കഴിഞ്ഞാലും എത്രയൊക്കെ പാഷനായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും എല്ലാവരുടെയും ബാക്കിൽ അവർ ചിലപ്പോൾ ഒരു സർവൈവ് ചെയ്യാനും വേണ്ടിയുള്ളൊരു മാർഗം കൂടിയായിരിക്കും. അത് ഏത് വലിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെങ്കിലും ശരി, ഏത് യൂട്യൂബ് ഇതാണേലും ശരി, എന്ത് ചെയ്യും, പാഷനേറ്റ് എന്നൊക്കെ പറയുമെങ്കിലും ഓക്കെ, ഒരു കുറേയൊക്കെ പാഷനേറ്റ് ആയിരിക്കും, കുറേയൊക്കെ എന്തായിരിക്കും, സർവ് ചെയ്യാനുള്ള മാർഗമായിരിക്കും. ഓക്കെ. ദെൻ നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്ന ഗാന്ധിയൻ എറയാണ്. അപ്പോൾ ഗാന്ധിയൻ എറ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം, ഗാന്ധിജി ഇപ്പോൾ 1869 ഒക്ടോബർ 2 പോർബന്തറിൽ ജനിക്കും. കുറച്ച് നാൾ ഗാന്ധിജി എവിടെയായിരുന്നു? 1888 കാലഘട്ടങ്ങളിലൊക്കെ ഗാന്ധിജി മറ്റേ ലോ പഠിക്കാനായിട്ട് ലണ്ടനിൽ പോകും. അത് കഴിഞ്ഞിട്ട് ഗാന്ധിജിയുടെ ജീവിതത്തിൽ ഒരു 1894 തൊട്ടിട്ട് 1815 കാലം വരെ, ഓക്കെ, ഏകദേശം ഒരു 20 വർഷത്തിൻ്റെ അടുപ്പിച്ച് ഗാന്ധിജി എവിടെ ഉണ്ടാവും? സൗത്ത് ആഫ്രിക്കയിലുണ്ട്. പിന്നീടാണ് ഗാന്ധിജി എന്ത് ചെയ്യുന്നത്? ഇന്ത്യയിലോട്ട് വരുന്നത്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ഐറ്റത്തിന് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം. അപ്പം ഞാനിവിടെ ആദ്യം ഒന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് സൗത്ത് ആഫ്രിക്കയിലുള്ള കാര്യങ്ങളാണ്. ഇന്ത്യയിലുള്ള കാര്യങ്ങൾ നമുക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് പതുക്കെ നോക്കാം. അപ്പോൾ ആദ്യമേ സൗത്ത് ആഫ്രിക്കയിലുള്ള കാര്യം നമുക്ക് നോക്കാം. ഗാന്ധിജി ഈ ലോ പഠിച്ചതിന് ശേഷം അവിടെ ഒരു ജോലി കിട്ടും സൗത്ത് ആഫ്രിക്കയിൽ. അപ്പോൾ അവിടെ പോകാൻ നേരത്ത് ആദ്യമേ നടക്കുന്ന ഇൻസിഡന്റ് എന്ന് പറയുന്നത് റെയിൽവേ സ്റ്റേഷൻ. നിങ്ങൾ കൊച്ചു ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഗാന്ധിജി ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റ് ഉണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു. എന്നിട്ട് ഒരു ട്രെയിനിനകത്ത് കയറിയിരിക്കുമ്പോഴത്തേക്കും അവിടെ ബ്രിട്ടീഷുകാർ പ്രശ്നം ഉണ്ടാക്കും. ഈ പറയുന്ന ഫസ്റ്റ് ക്ലാസ് കമ്പാർട്ട്മെന്റിൽ ഈ പറയുന്ന വെള്ള ആൾക്കാർ, വൈറ്റ് ആൾക്കാരുടെ കൂടെ ഇരിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കിയിട്ട് പിന്നീട് ഗാന്ധിജീനെ ഈ പറയുന്ന റെയിൽവേ സ്റ്റേഷനിൽ നിന്ന്, ട്രെയിനിൽ നിന്ന് വെളിയിലോട്ട് തള്ളിയിടും. ഇതൊക്കെ നമ്മൾ കൊച്ചു ക്ലാസ്സിൽ പഠിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് നോക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗാന്ധിജീനെ സൗത്ത് ആഫ്രിക്കയിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിനെ ബേസ് ചെയ്ത് ചിലപ്പോൾ നല്ല രീതിക്ക് ക്വസ്റ്റ്യൻ വരാം. അതിൽ 2-3 ഇൻസിഡൻറ്റ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ അതിന് ആദ്യമായിട്ട് നിങ്ങൾ ഓർത്തിരിക്കേണ്ട 1894, അതായത് ഈ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ടിട്ടുള്ള അടുത്ത വർഷം. ഈ ഒരു വർഷം ഗാന്ധിജി നദാൽ ഇന്ത്യൻ കോൺഗ്രസ് എന്ന് പറയുമ്പോൾ, നദാൽ എന്ന് പറയുന്നത് നദാൽ പ്രൊവിൻസസ് അല്ലെങ്കിൽ നദാൽ വില്ലേജ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും സൗത്ത് ആഫ്രിക്കയിലെ ഒരു സ്ഥലമാണ്. അവിടെ എന്ത് ചെയ്യും, ഒരു 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 ഓർഗനൈസേഷൻ രൂപീകരിക്കും, നദാൽ ഇന്ത്യൻ കോൺഗ്രസ്. ആ ഒരു പ്രൊവിൻസസിലുള്ള ഇന്ത്യക്കാർക്കെതിരെയുള്ള ഡിസ്ക്രിമിനേഷൻ, നദാൽ കോളനിയിൽ ഇന്ത്യക്കാർക്കെതിരെയുള്ള ഡിസ്ക്രിമിനേഷൻ തടയിടുവാനായിട്ട് ഗാന്ധിജി ഫോം ചെയ്യുന്ന ഓർഗനൈസേഷനാണ് നദാൽ ഇന്ത്യൻ കോൺഗ്രസ്. അപ്പം നേരെ തിരിച്ചു ചോദിക്കാം, ആരാണ് ഫോം ചെയ്തത്, ഏത് വർഷമാണ് ഫോം ചെയ്തത്, എല്ലാ രീതിയിലും ചോദിക്കാം. ഇനി അത് കഴിഞ്ഞിട്ട് നിങ്ങൾ നോക്കേണ്ടത് 1899 ഒരു സാധനമുണ്ട്. 1899 എന്താ നടന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നദാൽ ഇന്ത്യൻ ആംബുലൻസ് കോർ. എന്താണ് നദാൽ ഇന്ത്യൻ ആംബുലൻസ് കോർ? അത് സ്ഥാപിക്കുന്നത് ആരാണ്? ഗാന്ധിജിയാണ്. അതായത് ഈ സെക്കൻഡ് ബോയർ വാർ എന്ന് പറയുന്നത് സൗത്ത് ആഫ്രിക്കൻ വാർ എന്ന് ഓർത്താൽ മതി. ഈ ബോയർ വാറിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് ഈ നദാൽ ഇന്ത്യൻ ആംബുലൻസ് കോർ സ്ഥാപിക്കുന്നത്. ഏകദേശം 300ഓളം വരുന്ന ഫ്രീ ഇന്ത്യൻസിനെയും 800ഓളം വരുന്ന ഷുഗർ പ്ലാന്റേഷൻ ലേബേഴ്സിനെയും ചേർത്തിട്ടാണ് ഇവർ നദാൽ ഇന്ത്യൻ ആംബുലൻസ് കോർ അദ്ദേഹം സ്ഥാപിക്കുന്നത്. പിന്നീട് 1913, അതായത് ഗാന്ധിജി ഏകദേശം സൗത്ത് ആഫ്രിക്ക വിടാറായിട്ടുള്ള സമയത്ത് 1914 ടൈമിലൊക്കെ, 13-14 ടൈമിലൊക്കെ അദ്ദേഹത്തിന് സൗത്ത് ആഫ്രിക്കൻ ഓണറായിട്ടുള്ള കൈസറൈ ഹിന്ദ് എന്ന് പറയുന്ന അവാർഡ് ഇതിനെ റിലേറ്റ് ചെയ്തിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആർക്ക്? ഗാന്ധിജിക്ക്. ഓക്കെ, അതൊന്ന് ഓർത്ത് വെച്ചേക്കണം. ഓക്കെ. ഇനി നിങ്ങൾക്ക് ഓർത്ത് വെക്കാനുള്ളത്, ഗാന്ധിജി സൗത്ത് ആഫ്രിക്കയിലുള്ള ടൈമിൽ ഓർത്ത് വെക്കാനുള്ളത് 1904 ഇന്ത്യൻ ഒപ്പീനിയൻ ഇന്ത്യക്കാരുടെ ഒപ്പീനിയൻ എന്ന് പറയുന്ന ഒരു മാഗസിൻ, ഇന്ത്യൻ ഒപ്പീനിയൻ എന്ന മാഗസിൻ ഫൗണ്ട് ചെയ്യുന്ന ആരാണ്? ഗാന്ധിജി. അതേ വർഷം തന്നെ ഫിനിക്സ് ഫാമും ഫൗണ്ട് ചെയ്യുന്ന ആരാണ്?
ഗാന്ധിജിയാണ് ദർബനിൽ. ഓക്കെ. പിന്നീട് ഒരു 1906 ആകുമ്പോഴത്തേക്കും ഈ പറയുന്ന ആ, എന്താ പറയാ, മൊത്തം അപ്രോച്ച് മാറും. സത്യാഗ്രഹ മോഡലിലോട്ടുള്ള ആ, രീതിയിലോട്ട് ഗാന്ധിജി മാറും. 1906 അവിടെ വെച്ചിട്ടാണ് സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെന്റ്, ഫസ്റ്റ് സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെന്റ്, സത്യാഗ്രഹ മൂവ്മെന്റ് ആര് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്? ഗാന്ധിജി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് സൗത്ത് ആഫ്രിക്ക വെച്ചിട്ടാണ്. പിന്നീട് 1910 ഒരു ഇമ്പോർട്ടന്റ് കാര്യമുണ്ട്, ഓർത്ത് വെക്കണം. ടോൾസ്റ്റോയ് ഫാം ജോനാസ്ബർഗിൽ സ്ഥാപിക്കുന്നതും ആരാണ്? ഗാന്ധിജിയാണ്. പിന്നീടാണ് ഈ ഒരു ഐറ്റം എന്തെന്ന് പറഞ്ഞ് മാറുന്നത്? ഗാന്ധി ആശ്രമം എന്ന പേരിൽ മാറുന്നത്. ഇതൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. ഇത് കഴിയുമ്പോഴത്തേക്ക് ഏകദേശം ഒരു 1915 ആകുമ്പോൾ ഗാന്ധിജി ഇന്ത്യയിലോട്ട് തിരിച്ചു വരും. ഗാന്ധിജി എന്ത് ചെയ്യും? ഇന്ത്യയിലോട്ട് തിരിച്ചു വരും. ഇന്ത്യയിലോട്ട് തിരിച്ചു വന്നതിന് ശേഷം ഏകദേശം 1915 ജാനുവരി 9 ഇന്ത്യയിലോട്ട് തിരിച്ചു വരുന്നത്. ഈ ഒരു ദിവസമാണ് ഇന്ത്യയിൽ പ്രവാസി ഭാരതീയ ദിവസ്. പ്രവാസി ഭാരതീയ ദിവസ് അല്ലെങ്കിൽ എന്ത്, NRI ഡേ എന്ന പേരിൽ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഇതാണ് എനിക്ക് ഗാന്ധിജീനെ പറ്റി, സൗത്ത് ആഫ്രിക്കയിലുള്ള കാര്യങ്ങളെ പറ്റി പറയാനുള്ളത്. ഇനി നമുക്ക് ബാക്കിയുള്ള ഐറ്റം ക്വസ്റ്റ്യനിലൂടെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാവേ. ഇൻ വിച്ച് ഓഫ് ദ പ്രൊവിൻസസ് ഓഫ് ഇന്ത്യ ബർഡോളി സത്യാഗ്രഹ സ്റ്റാർട്ട്? SSC 2023. ഇത് സത്യം പറഞ്ഞാൽ ഗാന്ധിജിയുടെ ആയിട്ട് റിലേറ്റ് ചെയ്യുന്നതല്ല, പക്ഷെ ആ ഒരു കാലഘട്ടത്തിലാണ്. ഗാന്ധി നിറ എന്നറിയപ്പെടുന്ന കാലഘട്ടത്തിലാണ്. അത് 15 തൊട്ട് 48 വരുന്ന ഒരു സംഭവമാണ്. ഗുജറാത്തിലാണ് ഈ ബർഡോളി സത്യാഗ്രഹം. 1928 ബർഡോളി സത്യാഗ്രഹം. ലീഡ് ചെയ്യുന്ന ആളുടെ പേരെന്താണ്? സർദാർ വല്ലഭായ് പട്ടേൽ. സർദാർ വല്ലഭായ് പട്ടേൽ. സർദാർ വല്ലഭായ് പട്ടേലിന്റെ പ്രതിമ ഏത് സ്റ്റേറ്റിലാണെന്ന് ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ. അടുത്തത്, ഹു വാസ് ദ ലീഡർ ഓഫ് കേദ സത്യാഗ്രഹ വാസ് ലോഞ്ച്ഡ് അഗെയിൻസ്റ്റ് ദ ഗവൺമെന്റ്? ഓക്കെ. കേദ സത്യാഗ്രഹ. ഖേദ സത്യാഗ്രഹം എന്ന് പറയുമ്പോൾ ഏകദേശം ഇന്ത്യയിലെ ഗാന്ധിജിയുടെ രണ്ടാമത്തെ സത്യാഗ്രഹമാണ് ഈ ഖേദ സത്യാഗ്രഹം എന്ന് പറയുന്നത്. ആദ്യത്തെ ഏതാണ്? 1917 നടക്കുന്ന ചമ്പാരൻ സത്യാഗ്രഹമാണ്. 1917 നടക്കുന്ന ഏതാണ്? ചമ്പാരൻ സത്യാഗ്രഹമാണ്. 1918 ഖേദ സത്യാഗ്രഹം വരുന്നത്. ഓക്കെ. മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ കർഷകർ ക്രോപ്പ് ഫെയിലിയറും പ്ലേഗും കാരണം ബുദ്ധിമുട്ടി നിൽക്കുമായിരുന്നു. അപ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു അവരുടെ പ്രതിഷേധത്തിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഗാന്ധിജി ഇതിലോട്ട് പങ്കെടുക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് അഹമ്മദാബാദ് മിൽ സ്ട്രൈക്ക് വരുന്നുണ്ട്. അതും മിൽ വർക്കേഴ്സിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഗാന്ധിജി പങ്കെടുക്കുന്നത്. ഓക്കെ. ഇതിനകത്ത് ഏതാണ്? മഹാത്മാഗാന്ധിയാണ് ഖേദ സത്യാഗ്രഹം. 1918 ഓർത്ത് വെച്ചേക്കണം. ചമ്പാരൻ സത്യാഗ്രഹ വാസ് ലോഞ്ച്ഡ് ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇയേഴ്സ്? SSC CHS 2021. ഏത് വർഷമാണ്? 1917. ഏത് വർഷമാണ്? 1917. ഓക്കെ. 1917 ഓർത്ത് വെച്ചേക്കണേ. ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹമാണത്. വെൻ ഡിഡ് മഹാത്മാഗാന്ധി എസ്റ്റാബ്ലിഷ് ഓൾ ഇന്ത്യ ഹരിജൻ സേവക സംഘ്? 1932 ഗാന്ധിജി ഓൾ ഇന്ത്യ ഹരിജൻ സേവക സമിതി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഗാന്ധിജിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 1932 ഗാന്ധിജി ഓൾ ഇന്ത്യ ഹരിജൻ സേവക സമിതി. ഹരിജൻ എന്ന് പറയുമ്പോഴത്തേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അൺടച്ചബിലിറ്റി ഇറാഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതാണ്. ഓക്കെ. നമ്മുടെ പൊളിറ്റിയിൽ ഒരു ആർട്ടിക്കിൾ ഉണ്ട്, ആർട്ടിക്കിൾ 17. അത് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ മഹാത്മാഗാന്ധിജിക്ക് ജയ് എന്ന് വിളിച്ചിട്ടാണ് അത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അൺടച്ചബിലിറ്റി ഇറാഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്തതാണ് ഹരിജൻ സേവക സമിതി. ആഫ്റ്റർ 21 years ഓഫ് സ്റ്റേ ഇൻ സൗത്ത് ആഫ്രിക്ക, ഗാന്ധിജി റിട്ടേൺ ടു ഇന്ത്യ. SSC CHS 2021 എന്നാണ്? 1915. 1915 ജാനുവരി 9. ഈ ജാനുവരി 9 ഇന്ത്യയിൽ എന്ത് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്? പ്രവാസി ഭാരതീയ ദിവസ്. പ്രവാസി ഭാരതീയ ദിവസ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ, വെൻ ഡിഡ് മഹാത്മാഗാന്ധി എസ്റ്റാബ്ലിഷ്ഡ് ഹരിജൻ സേവക സമിതി? ഇത് MTSലെ ക്വസ്റ്റ്യൻ ആണ്. ഏത് വർഷമാണ്? 1932.
In 1917, Mahatma Gandhi organized a satyagraha for peasant of Kheda district, Gujarat. The satyagraha was demand of SSMTS 2021 question. Relaxation of revenue collection, improvement of irrigation facility, better quality sewage, ഹെൽത്ത് സെന്റർ. ഓക്കെ, ഇതിന്റെ ആൻസർ നിങ്ങൾ എന്ത് ചെയ്യുക, കമന്റ് ആയിട്ട് ഇടുക. ഓക്കെ, കേരള സത്യാഗ്രഹം എന്താണെന്നൊരു ബേസിക് ഐഡിയ ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. സോ നിങ്ങൾ ഇതിന്റെ ആൻസർ എന്തായിട്ട് ഇടുക, കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. 1918 17 കേട്ടോ. ഹൂ സെറ്റപ്പ് സബർമതി ആശ്രമം? അഹമ്മദാബാദിൽ സബർമതി ആശ്രമം സ്ഥാപിക്കുന്നത് ആരാണ്? ഗാന്ധിജിയാണ്. ഗാന്ധിജിയാണ് സബർമതി ആശ്രമം സ്ഥാപിക്കുന്നത്. ഓക്കെ, അഹമ്മദാബാദിൽ. വീണ്ടും സെയിം ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഓപ്ഷനിൽ വ്യത്യാസമുണ്ട്. അതായത് 2 എക്സാമിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ആദ്യത്തിനകത്ത് സുഭാഷ് ചന്ദ്രബോസ്, മോഹൻദാസ് കരംചന്ദ് ഗാന്ധി, ജവഹർലാൽ നെഹ്റു. അടുത്തതിനകത്ത് ഗുരു രാംദാസ്, ഷാജഹാൻ, സോ ഓക്കെ, ആരാണ്? മാറ്റമൊന്നുമില്ല, ഗാന്ധിജിയാണ്. ഗാന്ധിജിയാണ് അല്ലേ, ഗാന്ധിജി. അടുത്ത നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് സത്യാഗ്രഹ ഇൻ ഇന്ത്യ വാസ് ലെഡ് അറ്റ് SSC സീസൺ 2016. ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹം എവിടെയാണ്? ചമ്പാരനിലാണ്. എവിടെയാണ്? ചമ്പാരൻ. അപ്പോൾ നമുക്ക് ചോദിക്കാനുള്ള ചമ്പാരൻ സത്യാഗ്രഹ ഏത് വർഷം? ചമ്പാരൻ സത്യാഗ്രഹ ലീഡർ, ചമ്പാരൻ സത്യാഗ്രഹ ഏത് സ്റ്റേറ്റ്? അതായത് ചമ്പാരൻ എന്ന് പറയുന്ന സ്ഥലം ഏത് സ്റ്റേറ്റ് ആണ്? ഓക്കെ, ഏത് സ്റ്റേറ്റ് ആണെന്ന് അറിയാവോ? അത് നമുക്ക് ചോദിച്ചിട്ടുണ്ട്. ചമ്പാരൻ വരുന്നത് ബീഹാറിലാണ്. ബീഹാറിൽ. ഗാന്ധിജി പങ്കെടുത്ത ആദ്യത്തെ INC സെക്ഷൻ, അത് നിങ്ങളൊന്ന് ഓർത്ത് വെച്ചേക്കുക. 1924 ബെൽഗാം സെക്ഷൻ, കർണാടകയിലാണ് ബെൽഗാം സെക്ഷൻ. അതിലാണ് ഗാന്ധിജി എന്ത് ചെയ്തത്? പ്രിസൈഡ് ചെയ്തു. അതായത് ഈ പറയുന്ന INCയുടെ പ്രസിഡന്റ് ആയിരുന്നു. പിന്നെ അതിനു മുമ്പ് 1922 ചൗരി ചൗര ഇൻസിഡന്റ്, പോലീസുകാരെ മറ്റേ ചുട്ട് സംഭവം, പോലീസ് സ്റ്റേഷനെ തീ വെച്ച സംഭവം 1922. അത് ഗാന്ധിജിയായിട്ട് റിലേറ്റ് ചെയ്ത് കിടക്കുന്നതാണ്. അത് നിങ്ങൾ ഓർത്ത് വെച്ചേക്കണം. Whom among the following did ഗാന്ധിജി റിഗാർഡഡ് as his പൊളിറ്റിക്കൽ ഗുരു? SSC CGL 2016. ഗാന്ധിജിയുടെ പൊളിറ്റിക്കൽ ഗുരു എന്ന് ഇതാക്കിയത് ആരെയാണ്? ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. ഗോപാലകൃഷ്ണ ഗോഖലെ. വേറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഗാന്ധിജിയുടെ അച്ഛൻ കരംചന്ദ് ഗാന്ധി, അമ്മ പുത്തലിബായി, ചെറിയ ക്ലാസ്സിലൊക്കെ പഠിക്കുന്നത് അല്ലേ. ഗാന്ധിജിയുടെ പൊളിറ്റിക്കൽ ഗുരു എന്നറിയപ്പെടുന്നത് ഗോപാലകൃഷ്ണ ഗോഖലെ. സ്പിരിച്വൽ ഗുരു, ആത്മീയ ഗുരു റൈചന്ദ് ഭായ് ആണ്. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കാം. ദെൻ ഗൈഡ് ടു ലണ്ടൻ, ഇതൊക്കെ ഗാന്ധിജിയുടെ ബുക്കുകളാണ്. In 1918, Mahatma Gandhi did Satyagraha in Kheda district of Gujarat to support whom? For the 2019 for the cotton mill workers who are demanding better wages. സോറി, അതല്ല. എന്താണത്? അതിന്റെ പേരെന്താണ്? അതിന്റെ പേരാണ് 1917 നടക്കുന്ന അഹമ്മദാബാദ് മിൽ സ്ട്രൈക്ക്. സോ അതല്ല. ദ ട്രൈബൽ ഹൂസ് കസ്റ്റമറി റൈറ്റ്സ് വെയർ ബീൻ വെൽറ്റഡ്. അതല്ല. വുമൺ ഹൂ വെയർ ഫൈറ്റിംഗ് അഗെയിൻസ്റ്റ് ഒപ്രസീവ് പാട്രിയാർട്ടിക്കൽ സിസ്റ്റം. അല്ല. ഫോർ ദോസ് ഫാർമേഴ്സ് ഹു വെയർ അഫക്റ്റഡ് ബൈ ക്രോപ്പ് ഫെയിലിയർ ആൻഡ് എപ്പിഡമിക്. പ്ലേഗും ക്രോപ്പ് ഫെയിലിയർ എന്ന് ഞാൻ പറഞ്ഞില്ലേ, ഏതായിരുന്നു? ഖേദ സത്യാഗ്രഹം. The idea of Satyagraha was emphasized by the power of dash. ട്രൂത്ത്. സത്യാഗ്രഹ എന്ന് പറയുന്ന വേർഡിന്റെ മീനിങ് തന്നെ സത്യം, ട്രൂത്ത്. ഓക്കെ, അതാണ് അവിടെ വരുന്നത് കേട്ടോ. ദെൻ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു ഗാന്ധിജിക്ക് കൈസർ ഹിന്ദ് നിന്ന് കിട്ടിയെന്ന് പറഞ്ഞില്ലേ 1914. ഇത് ഗാന്ധിജി എന്ത് ചെയ്യും? പിന്നീട് റിട്ടേൺ ചെയ്യും.
ഗാന്ധി ജയന്തി റിട്ടേൺ ചെയ്യും. എപ്പോൾ? ജാലിയൻ വാലാബാഗിന് ശേഷം. അത് ഞാൻ ഈ കൂട്ടത്തിൽ ഒന്ന് പറഞ്ഞ് കണക്ട് ചെയ്ത് പറഞ്ഞതേ ഉള്ളേ, നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക. പിന്നീട് നിങ്ങൾ നോക്കുമ്പോഴത്തേക്കും 1930 കാലഘട്ടങ്ങളിൽ ദണ്ഡി മാർച്ച് അല്ലേ, ദണ്ഡി മാർച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ആരാണ്? ഗാന്ധിജിയാണ്. ഓക്കെ, ഗാന്ധിജിയുടെ അനുയായികളും കൂടിയാണ് സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെന്റിന്റെ ഭാഗമായിട്ട് ദണ്ഡി മാർച്ച്. അത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ദെൻ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റിന്റെ ഭാഗമായിട്ട് 1942 ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റിന്റെ ഭാഗമായിട്ട് ഗാന്ധിജി ഉന്നയിച്ച സ്ലോഗനാണ് ഡു ഓർ ഡൈ, പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. ഡു ഓർ ഡൈ. ഇതൊക്കെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാൻ നല്ല ചാൻസ് ഉണ്ട് കേട്ടോ. മഹാത്മാഗാന്ധി ബോൺ ഇൻ വിച്ച് ഇയർ? ഏത് വർഷം? 1869 ഗുജറാത്തിനടുത്ത് പോർബന്തർ. ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന 1869 ഗുജറാത്തിനടുത്ത് പോർബന്തറിൽ ഗാന്ധിജി ഒക്ടോബർ 2 ജനിച്ചു എന്നൊക്കെ പറഞ്ഞ് പഠിക്കും. മോഹൻദാസ് കരംചന്ദ് ഗാന്ധി കെയിം ബാക്ക് ടു ഇന്ത്യ ഇൻ ദ ഇയർ ഓഫ് ഡാഷ്, ലീവിംഗ് എബ്രോഡ് ഫോർ 2 decades. 20 വർഷത്തോളം കഴിഞ്ഞതിന് ശേഷം, സൗത്ത് ആഫ്രിക്കയിൽ കഴിഞ്ഞതിന് ശേഷം 1915 അദ്ദേഹം തിരിച്ചു വരുന്നു. ഓക്കെ, ദെൻ അത് ഓർത്ത് വെച്ചേക്കുക. ദെൻ ബേസ് ആയിട്ട് കുറേ സാധനങ്ങൾ കാണും. അതിൽ കൂടുതൽ ചോദിച്ചു കഴിഞ്ഞാൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവറായിട്ട് നമ്മൾ ചോദിക്കത്തില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗാന്ധിജി 1915 ആഫ്രിക്കയിൽ നിന്ന് തിരിച്ചു വരുമ്പോഴത്തേക്ക് ഗാന്ധിജിയുടെ ടിക്കറ്റിന്റെ വില എന്താണ്, അങ്ങനെയൊന്നും ചോദിക്കത്തില്ല. ഒരു 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 ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു സ്റ്റാൻഡേർഡ് കാണും, ഒരു ബേസിക് സാധനം കാണും, അതേ നമുക്ക് ചോദിക്കുകയുള്ളൂ. അപ്പോൾ അതോർത്ത് പേടിക്കണ്ട. അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ധൈര്യമായിട്ട് വിട്ട് കളയുക. അങ്ങനെ ചോദിക്കത്തില്ല. ഞാനൊന്ന് എക്സാജറേറ്റ് ചെയ്ത് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. In which month, 1915, did Mahatma Gandhi finally return from South Africa after successful movement against racist rule? SSCPO 2020. ഇത് ഓൾറെഡി ഞാൻ കുറേ പറയുന്നു. ഏതാ? ജാനുവരി 1, അല്ല സോറി ജാനുവരി 9, ജാനുവരി 9. ഓക്കെ, ഇതൊക്കെയാണ് നമുക്ക് മെയിനായിട്ട് ഞാൻ ക്വസ്റ്റ്യനിൽ കണ്ടത്. അല്ലാതെ കുറച്ച് കാര്യങ്ങൾ ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഇതൊന്നും പഠിച്ചാൽ പോരാ. 1948 വരെയുള്ള, ഗാന്ധിജി മരിക്കുന്ന വരെയുള്ള കാര്യങ്ങൾ നിങ്ങൾ നോക്കി വെക്കണം. നമ്മുടെ കഷ്ടകാലത്തിന് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതാൻ പറ്റണം അല്ലേ. ഇന്ത്യൻ ഒപ്പീനിയൻ മാഗസീൻ, അത് ഓർത്ത് വെച്ചേക്കുക. അതുപോലെ തന്നെ ഹരിജൻ 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 മാഗസീൻ, അതിൻ്റെ എഡിറ്റർ ആയിരുന്നു ഗാന്ധിജി. യങ് ഇന്ത്യ, അതും ഗാന്ധിജിയുടെ ആയിരുന്നു. ഇതിന്റെ ഗുജറാത്തി നെയിമാണ് നവ്ജീവൻ. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് നിങ്ങൾ മെയിൻ ആയിട്ട് നോക്കേണ്ടത്. പിന്നെ പ്രാക്ടീസ് ചെയ്താലേ രക്ഷപ്പെടും. ഓക്കെ, പ്രാക്ടീസ് ചെയ്താലേ രക്ഷപ്പെടുള്ളൂ. ദെൻ നമ്മൾ വർക്ക് ചെയ്യുന്നതിനനുസരിച്ച് റിസൾട്ട് കയറി വരും. ഇത് പെട്ടെന്ന് കയറി ആടി വരുന്ന സാധനമൊന്നുമല്ല. ഓക്കെ, പെട്ടെന്ന് കയറി ഇത് വരാൻ പോപ്കോണൊന്നുമല്ല 2 മിനിറ്റിൽ ഉണ്ടാകാനായിട്ട്. ഇതൊരു സ്ലോ പ്രോസസ് ആയിരിക്കും. ചിലർക്ക് പെട്ടെന്ന് കിട്ടും, ചിലർക്ക് പതുക്കെ കിട്ടും. സമയമാകുമ്പോൾ കിട്ടിയേ മതിയാകും. അത് കിട്ടിയിരിക്കും. ഓക്കെ, അത് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുക. ദെൻ കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഏതായാലും കിട്ടിയിരിക്കും. ചിലർക്ക് സ്ലോ പ്രോസസ് ആയിരിക്കും, ചിലർക്ക് പെട്ടെന്ന് കിട്ടും. വെയിറ്റ് ചെയ്യുക, നമ്മുടെ അവസരം വരും. ഓക്കെ, അപ്പോൾ ആ അവസരത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. നിങ്ങളുടെ സമയവും വരും. അതാണ് പറയാനുള്ളത്. അത് പറഞ്ഞിട്ട് ഞാൻ ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യുവാണ്.